രാത്രിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന കാക്കകളെ ഒരു വലിയ മൂങ്ങ കടന്നാക്രമിച്ച് ഒന്നൊന്നായി കൊന്നൊടുക്കുന്നു. ഈ കാഴ്ചയിൽ നിന്നാണ് ഉറങ്ങിക്കിടക്കുന്ന പാണ്ഡവരെയും അവരുടെ സൈന്യങ്ങളെയും രാത്രിയിൽ ആക്രമിച്ച് നശിപ്പിക്കുക എന്ന പൈശാചികമായ ആശയം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. പ്രകൃതിയിലെ ഹിംസയെ അദ്ദേഹം തൻ്റെ അധർമ്മത്തിന് ഒരു ന്യായീകരണമായി കണ്ടു. ആ രാത്രി കൃപാചാര്യരെയും കൃതവർമാവിനെയും ശിബിരത്തിൻ്റെ കവാടത്തിൽ കാവൽ നിർത്തി അശ്വത്ഥമാവ് പാണ്ഡവരുടെ പടകുടീരത്തിനുള്ളിൽ പ്രവേശിച്ചു. ഒരു യോദ്ധാവിൻ്റെ ധർമ്മങ്ങളെല്ലാം കാറ്റിൽ പറത്തി അദ്ദേഹം ഒരു ഘാതകനായി മാറി. ആദ്യം തൻ്റെ പിതാവിനെ നിഷ്കരുണം വധിച്ച ദൃഷ്ടദ്യുമ്നനെ ചവിട്ടിയുണർത്തി മൃഗീയമായി കൊലപ്പെടുത്തി. തുടർന്ന് ശിബിരത്തിൽ ഉറങ്ങിക്കിടന്ന ദ്രൗപദിയുടെ 5 പുത്രന്മാരെയും പാണ്ഡവരാണെന്ന് തെറ്റിദ്ധരിച്ച് അദ്ദേഹം കഴുത്തറുത്തു കൊന്നു. ശിബിരത്തിലുണ്ടായിരുന്ന